വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ മടക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ പലഹാരമാണ് മടക്ക്, അല്ലെങ്കിൽ കാജ എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വേണ്ടത് മൈദ. ഞാൻ ചെറിയ അളവാണ് ചെയ്യുന്നത്, 1 കപ്പ് മൈദ വെച്ചിട്ടാണ് ചെയ്യുക. ഒരു കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സാധാരണ കളറൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, നമ്മൾ അതിന് പകരം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നു. ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർക്കാം. രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഓയിൽ മൈദയിലേക്കൊന്ന് റബ്ബൻ ചെയ്യുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇത് കുഴച്ചെടുക്കാം. നമ്മൾ ഇച്ചിരി ഫേമായിട്ടാണ് കുഴയ്ക്കുന്നത്, ഒത്തിരി അങ്ങ് സോഫ്റ്റായി പോകരുത്. പോയി കഴിഞ്ഞാൽ നമ്മൾ വറക്കുമ്പോൾ നല്ല ക്രിസ്പ് ആവത്തില്ല. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളവും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം എപ്പോഴും കുഴയ്ക്കുമ്പോൾ വെള്ളം നമ്മൾ എടുത്ത പൊടി അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇപ്പോൾ ഒരു 120 ഗ്രാം പൊടിക്കാണ് ഞാൻ ഈ ഒരു അളവ് എടുത്തേക്കുന്നത്. കൂടാതെ അതിനകത്ത് നമ്മൾ 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം എപ്പോഴും അവർക്ക് ഒത്തിരി അയവില്ലാണ്ട് ഇച്ചിരി ഫേമായിട്ട് കുഴയ്ക്കുക. ഇതേപോലെ ഒന്ന് കുഴച്ച് വെച്ച ശേഷം കുറച്ച് 1/2 ടീസ്പൂൺ ഓയിൽ റബ്ബ് ചെയ്യുക. ഓയിൽ വെച്ച് ഒന്ന് റബ്ബ് ചെയ്ത ശേഷം ഒരു 10 to 15 മിനിറ്റ്സ് അടച്ചു വെക്കാം, മാറ്റി വെക്കാം. നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഈ മടക്കിനൊരു ഷുഗർ കോട്ടിങ് കൊടുക്കുമല്ലോ, അതിനുള്ള ആ ഷുഗർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ബൗളിൽ തന്നെയാണ് എടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര, ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കാം. ഈ ഷുഗർ പഞ്ചസാര നന്നായിട്ട് അലിയാനായിട്ടാണ് മാറ്റി വെക്കാം. നമ്മൾ ലാസ്റ്റേ ഉണ്ടാക്കത്തുള്ളൂ. ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്തു. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. കുറച്ച് അരിപ്പൊടിയോ മൈദ വിതറാം. ഞാൻ അരിപ്പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. തിന്നായിട്ട് പരത്തിയെടുക്കാം. മാക്സിമം തിന്നായിട്ട് പരത്തി നോക്കിയാൽ ഈ ഒരു തിക്നെസ്, എത്രയും കനം കുറച്ച് പരത്താം അത്രയും കനം കുറച്ച് പരത്താം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർക്കാം. ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് അകത്ത് തേക്കുന്നത്. നമ്മളിങ്ങനെ ഓയിൽ തേക്കുന്നത് നല്ല ലേസ് കിട്ടാനായിട്ടാണ്. നെയ്യാണെങ്കിലും നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി സ്പ്രിങ്കിൾ ചെയ്യാം. എണ്ണയുടെ പുറത്ത് അല്ലെങ്കിൽ നെയ്യുടെ പുറത്ത് ഇടുമ്പോഴാണ് ലേസ് നമുക്ക് വിട്ട് വരിക, സെപ്പറേറ്റ് ചെയ്ത് വരിക. ഇനി ഇതൊന്ന് മടക്കി കൊടുക്കാം. വീണ്ടും ഓയിൽ തൂക്കാം. വീണ്ടും പൊടിയിടാം. അരിപ്പൊടിയാണ്.
ഈ കഴിയുന്നത് ഈ 4 കോർണേഴ്സും കൂടെ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ എടുക്കാം. ഒന്നും കൂടെ മടക്കാം. ഇനി നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ബാക്കി ഇതേപോലെ ഈ ഒരു വണ്ണത്തിൽ സ്ലൈസ് ചെയ്യാം. നമുക്ക് ഇതേപോലെ പീസസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ടെയിൽ എൻഡ് ഒക്കെ വിട്ട് വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇച്ചിരി വെള്ളം തൊട്ടം ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് പരത്തിയെടുക്കുക. കനം കുറച്ച് പരത്തിയെടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുക്കാം. എല്ലാം ഇതേപോലെ പരത്തിയെടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് നേരമൊക്കെ വെക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല തുണിയിട്ട് കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി. മടക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്തത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ കനോള ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി ഓരോ മടക്കും നമുക്കിതിലേക്ക് ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടെണ്ണം വീതം ഇടുന്നേ. വലുതായതുകൊണ്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം ഒന്ന് ടേൺ ചെയ്ത് കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലാക്കുക. നല്ല ക്രിസ്പ് ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. കാണുമ്പോൾ അറിയാം നല്ലതായിട്ട് ലേയേഴ്സ് ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എടുക്കുക. ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ഇതേപോലെ ചരിച്ച് വെക്കുക, ഓയിൽ ഉണ്ടെങ്കിൽ പോകാനായിട്ട്. ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഷുഗറാണ്. പഞ്ചസാര അലിയാനായിട്ട് വെച്ചിരുന്നതാണ്. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കോട്ട് ചെയ്ത് ഉടനെ എടുക്കാം. അപ്പോൾ പഞ്ചസാര ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ലാസ്റ്റ് വീഴുന്ന ഡ്രോപ്പ് നോക്കിയാൽ അറിയാം. ലാസ്റ്റ് വീഴുന്ന നൂല് പോലെ വീഴുന്നുണ്ട്. അതാണ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി. ഇപ്പോൾ പഞ്ചസാര 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി. ഇതേപോലെ കിട്ടും. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഒരു 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുക. ആ സമയമാകുമ്പോൾ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ആവും. 1 സ്ട്രിങ് പോരാ, നമുക്ക് നന്നായിട്ട് ഒരു വൈറ്റ് കോട്ടിംഗ് പോലെ ഇത്തേൽ വരണമെങ്കിൽ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്താലേ അതേപോലെ ഒരു കോട്ടിംഗ് കിട്ടത്തുള്ളൂ. നമുക്ക് ഈ മടക്ക് ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ് അത് ആറി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു കോട്ടിങ്, വെള്ള ഷുഗർ ഇങ്ങനെ കോട്ട് ചെയ്ത പോലെ വരണം. ആ ഒരു സ്റ്റേജ് വരണമെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്താലേ ആ ഒരു സ്റ്റേജ് ആകത്തുള്ളൂ. 2 മിനിറ്റ് 1 സ്ട്രിങ് വന്നതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഒന്നുകൂടെ തിക്കായി ഈ ഒരു പരുവം. ഇനി ഓഫ് ചെയ്യാം. ഓരോ മടക്കും ഇതിലിട്ടൊന്ന് കോട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് വെക്കാം. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എല്ലാ മടക്കും ഇതേപോലെ ഷുഗർ സിറപ്പിൽ ഒന്ന് കോട്ട് ചെയ്ത്, ഒത്തിരി നേരം ചൂട് സിറപ്പിൽ ഇടരുത്, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് അപ്പോഴേ എടുക്കുക. ഇത് പെട്ടെന്ന് ചെയ്യണം, കാരണം ഇത് ഈ ഷുഗർ സിറപ്പ് ഇരിക്കുന്നത് പെട്ടെന്ന് തിക്കായി വരും. അപ്പം മടക്ക് എല്ലാം റെഡിയാണ്. ഇത് കണ്ടോ, ഇതേപോലെ ഷുഗർ കോട്ടിങ് വരും.
ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഈ മടക്ക് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒന്നുകൂടെ നീളവും കാണും, ഒന്നുകൂടെ നല്ല യെല്ലോ കളറായിരിക്കും. അത് കളർ ചേർക്കുന്നതുകൊണ്ടാണ്. നമ്മൾ കളർ ചേർക്കാതെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയേക്കുന്നത്, ഈ ഒരു ലൈറ്റായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു മടക്കിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചിരുന്നു, കട്ട് ചെയ്ത് കാണിക്കാം. ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കട്ടി കൂടി പോലെ നല്ല കനം കുറച്ച് പരത്തുക. മാത്രമല്ല കുഴയ്ക്കുമ്പം വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിലും ഇത് ക്രിസ്പ് ആകത്തില്ല, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.